സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ പൂരം കലക്കിയെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കാം. അതിൻ്റെ ഭാഗമായിട്ടാണ് RSS നേതാക്കന്മാരും ADGPയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയെന്നതിൻ്റെ ചില വിവരങ്ങൾ ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ അന്ന് ഈ കാണുന്ന ദൃശ്യം ഓർമ്മയില്ലേ? പുലർച്ചെ പൂരം മുടങ്ങിയ സന്ദർഭത്തിൽ സിനിമകളിലെ ആക്ഷൻ ഹീറോ പോലെ സേവാഭാരതിയുടെ ആംബുലൻസിൽ സുരേഷ് ഗോപി അവിടെ പാഞ്ഞെത്തുന്നു. രാവിലെ മുതൽ ഈ പുലർച്ചെ വരെ ഒന്ന് പൂരനഗരിയിലൂടെ വഴി നടക്കാത്ത അല്ലെങ്കിൽ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ പരിസരത്തു കൂടി പോലും പോകാത്ത സുരേഷ് ഗോപി പുലർച്ചെ പൂരം മുടങ്ങുന്ന ഒരു നാടകമുണ്ടാകുന്നു. ഈ നാടകത്തിന് പിന്നാലെ സേവാഭാരതിയുടെ ആംബുലൻസിൽ അവിടെ പാഞ്ഞെത്തുന്നു. സ്വകാര്യ വാഹനം പോലുമല്ല, സേവാഭാരതിയുടെ RSSൻ്റെ സന്നദ്ധ സംഘടനയായ സേവാഭാരതിയുടെ ആംബുലൻസിൽ ഈ പൂരം കലക്കിയ പ്രദേശത്തേക്ക് എത്തുകയാണ്. എത്തിയപ്പോൾ അദ്ദേഹത്തിനോടൊപ്പമുണ്ടായിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ കാര്യങ്ങളുടെ ചുരുളഴിക്കുന്നത്. അത് അഭിജിത്ത് നായർ എന്ന് പറയും. അതായത് BJPയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്ന വരാഹി അനലിറ്റിക്സിൻ്റെ തൃശ്ശൂരിൻ്റെ കോർഡിനേറ്ററാണ് ആ കൂടെ കൈപിടിച്ചുകൊണ്ട് നടക്കുന്ന അഭിജിത്ത് എന്ന് പറയുന്ന വ്യക്തി. ഈ അഭിജിത്ത് ഒരു RSS പ്രവർത്തകനാണ്. BJPയുടെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു തികഞ്ഞ RSSകാരനെന്ന് പറയാൻ കാരണം RSSൻ്റെ പ്രജ്ഞാവാഹകായ നന്ദകുമാറിൻ്റെ ഉറ്റ അനുയായി അല്ലെങ്കിൽ PA ആയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ വരാഹി അനലിറ്റിക്കൽ ഏജൻസിയുടെ കോർഡിനേറ്ററായിട്ട് തൃശ്ശൂരിൽ നിയോഗിക്കപ്പെട്ടത്. പുലർച്ചെ അന്ന് ഈ സംഭവം ഉണ്ടായപ്പോൾ പൂരം കലക്കിയപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞു തന്നെ വിളിച്ചുണർത്തിയത് ഒരു PA ആണെന്ന് പറയപ്പെടുന്നുണ്ട്. അതായത് നേരത്തെ തിരക്കഥ സൃഷ്ടിച്ചിരിക്കുകയാണ്. RSS നേതാക്കളുമായിട്ടുള്ള തൃശ്ശൂരിലെ ADGPയുടെ കൂടിക്കാഴ്ച, അന്ന് ഈ പൂരം കലങ്ങുന്ന സന്ദർഭത്തിൽ പുറത്തു വരാതെ പതുങ്ങിയിരുന്ന ADGP അദ്ദേഹം എന്തുകൊണ്ട് പുറത്തു വന്നില്ല എന്നതിൻ്റെ ചുരുളാണ് ഇപ്പോൾ അഴിയുന്നത്. അങ്ങനെ പറയാൻ കാരണം വരാഹിയുടെ ചുമതലയുള്ള RSS വിശേഷ സമ്പർക്ക ചുമതലയുള്ള ജയകുമാർ ADGPയുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ ജയകുമാറിനാണ് തൃശ്ശൂരിലെ BJPയുടെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുണ്ടായിരുന്ന മറ്റൊരു RSS നേതാവ്. വരാഹിയുടെ ചുമതല അല്ലെങ്കിൽ കോർഡിനേറ്റർ ആയിരുന്ന അഭിജിത്ത് നായരും ഇദ്ദേഹവുമായിട്ടാണ് പല കാര്യങ്ങളും ആവിഷ്കരിച്ചത്. ഒടുവിൽ സേവാഭാരതിയുടെ ആംബുലൻസിൽ സുരേഷ് ഗോപിയെ ഈ സ്ഥലത്തെത്തിച്ചതും അഭിജിത്ത് നായരാണ്. അതായത് വരാഹി ഏജൻസി BJPയുടെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്ന വ്യക്തി. അദ്ദേഹം എത്തിച്ചതിന് ശേഷമാണ് ഹീറോയിസ്റ്റിക് പരിവേഷത്തിൽ ഇത് പരിഹരിച്ചു എന്ന രീതിയിലുള്ള ഒരു ചിത്രം പുറത്തേക്ക് വരുന്നത്. എന്താണ് വായിച്ചെടുക്കേണ്ടത്? കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെടുന്നില്ലേ? ഒരു തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ വേണ്ടി ഒരു നാടിൻ്റെ സംസ്കാരമായിട്ടുള്ള പൂരത്തെ അലങ്കോലപ്പെടുത്തിയിരിക്കുകയാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ തങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള മറവ് മാത്രമാണ് RSSനെന്നും അത് അവരുടെ ആവശ്യാനുസരണം പോലെ കുളമാക്കേണ്ടടുത്ത് കുളമാക്കും, അല്ലെങ്കിൽ അതിനെ വർഗീയപരമായി ചിത്രീകരിക്കേണ്ടടുത്ത് വർഗീയമായി ചിത്രീകരിക്കും, ആചാരങ്ങൾ തകിടം മറിക്കേണ്ടടുത്ത് അവരുടെ സൗകര്യം പോലെ അത് തകിടം മറിക്കും, അതിനെ വിവാദമാക്കും, അതിലൂടെ നേട്ടം കൊയ്യും. ഒന്ന് ആലോചിക്കൂ, വിശ്വാസത്തിൻ്റെ മറവ് പിടിച്ച് രാഷ്ട്രീയത്തിൽ എത്രമാത്രം ഗുരുതരമായ രീതിയിലാണ് RSS ഇടപെടുന്നതെന്നും തൃശ്ശൂരിൽ എങ്ങനെയാണ് പൂരം കലക്കി തെരഞ്ഞെടുപ്പ് വിജയം പിടിച്ചതെന്ന് ഈ ഒരു സംഭവം തെളിയിക്കുന്നുണ്ട്. ADGP വായ് തുറക്കാതിരുന്നത്, പുറത്തിറങ്ങാതിരുന്നത്, ഒരു കേന്ദ്ര സർവീസിലെ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് RSSൻ്റെ മുന്നിൽ പോയി വിനീതദാസനായി അവർ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് മൗനാനുവാദം കൊടുത്തുകൊണ്ട് അദ്ദേഹം മാളത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. കൃത്യമായിട്ട് കാര്യങ്ങൾ ചുരുളഴിയുകയാണ്. സുരേഷ് ഗോപി അവിടെ എത്തിച്ചതും ഇങ്ങനെ ആൾക്കാർക്കിടയിലേക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയതും തൃശ്ശൂരിലെ വിജയം പിടിച്ചെടുക്കാൻ വേണ്ടി നടത്തിയ നാറിയ RSS നാടകമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. പൂരം കലക്കിയത് തന്നെയാണ്, RSSകാർ കലക്കിയതാണ്. RSSകാർ ക്ഷേത്ര വിശ്വാസത്തിൻ്റെ മറവിലിരുന്ന് ആചാരങ്ങളെയെല്ലാം എങ്ങനെയാണ് അവർക്ക് വേണ്ടി കുളമാക്കുന്നതെന്നും കുളം കലക്കുന്നതെന്നും തെളിയിക്കുന്നതാണ് തൃശ്ശൂർ പൂരം കലക്കലും പിന്നാലെയുള്ള സുരേഷ് ഗോപിയുടെ വിജയമെന്ന് റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ടിരിക്കുന്ന വാർത്തയിലൂടെ കൃത്യം വ്യക്തമാവുകയാണ്.